എഴുന്നേറ്റോ. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ അറിയാം. കണ്ണുകളെ അടച്ചോ. യേശുവേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞ യേശുവേ എന്നെ തൊടണേ, പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞ് പ്രിയ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, 3 വിഷയത്തിൽ ഭാരപ്പെട്ട ഇവിടെ വന്ന് നിൽക്കുന്നത്. ആണോ? ആണോ? ആണ്. ആണെങ്കിൽ ആണെന്ന് പറയണം. ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? ആണോ? നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാ വരുന്നത്. ഒരു 3 വിഷയത്തിന്റെ മേൽ ഇന്ന് ദൈവം മറുപടിയെ കൽപ്പിക്കും. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോവാന്ന് പറയാൻ പറഞ്ഞു. എന്തിനാ കരയുന്നത്? ആ മേഖലയിൽ ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ എന്താണെന്ന് ഈ പരസ്യത്തിൽ പറയുന്നില്ല. കാര്യം മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആരെക്കുറിച്ചാ? ഇവിടെ പേരെങ്ങനെ? എൻ്റെ പേര് പ്രസാദ്. പ്രസാദിന്റെ കാര്യം ഞാൻ ഇനി പറയണ്ടല്ലോ. കാര്യം മനസ്സിലായി കാണുമല്ലോ. എനിക്കും മനസ്സിലായെന്ന് മനസ്സിലായല്ലോ. എവിടെയായിരിക്കുന്നോ അവിടുന്ന് ദൈവം റിട്ടേൺ വരുത്തും. എവിടെയാണോ തകർത്തിട്ട് പോയത് അവിടുന്ന് ദൈവം റിട്ടേൺ വരുത്തും. ജീവിതത്തിൽ അങ്ങനെയൊക്കെയാ. പാളിച്ചകൾ എല്ലാവർക്കും സംഭവിക്കും. അതോർത്ത് വിഷമിക്കില്ല. ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായല്ലോ. എവിടാണോ പോയത് ആ മേഖലയിൽ നിന്ന് ദൈവം ഒരു വിടുതലയക്കും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട് ദൈവം അടുത്തൊരു മിറക്കിൾ ചെയ്യും. കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു വസ്തുവും വീടും ദൈവം തരാൻ പോവാ. അതാരാ? ഈ പുള്ളിക്കാരിയോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാ? മൈക്കിൽ കൂടെ പറ. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ സഹോദരിയാണ്. ഇതുമായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾ 3 പേരാന്നോ? നമ്മൾ നേരത്തെ വന്നതല്ലേ ഇവിടെ? നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങളിരുന്നു. അവരോ ആദ്യമായിട്ടാണോ വരുന്നത്? ആണോ? ശ്രദ്ധിച്ചിട്ടില്ല. ഇവരാദ്യമായിട്ടാണോ വരുന്നത്? ഒന്ന് എഴുന്നേറ്റ് അച്ഛാ. നിങ്ങൾ 1, 2, 3 പേരിൽ അല്ല, പുള്ളിക്കാരി ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിനകത്ത് ആരാ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുരുക്കുള്ള ആളാരാ? നിങ്ങൾക്കാന്നോ വസ്തു സംബന്ധിച്ച് ഒരു കുരുക്ക് കിടക്കുന്നത്? ഉണ്ട്. ഒരു ജപ്തി പോലെ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കോട്ടുള്ള വിഷയം കിടക്കുന്നത് നിങ്ങൾക്കാണോ? പുള്ളിക്കാരിക്കാണ്. നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നാ പറയുന്നത്. ആണോ? അങ്ങനെ പറയുന്നുണ്ടോ? അറിയാവോ? അങ്ങനെ പറയുന്നുണ്ടോ? തരത്തില്ല എന്ന് പറയുന്നു. ഓക്കെ, കൊടുക്കത്തില്ല എന്ന് പറയില്ല. അതാണോ ആ കുരുക്ക്? ഒരു കുരുക്ക് കണ്ട് അങ്ങനാണോ? അതെ. ആര് പറഞ്ഞു തരത്തില്ലെന്ന്? അടുത്ത ആഴ്ച കാണിക്കാൻ തരുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ ആളിരിപ്പുണ്ട്. ഇപ്പൊ ആളിനെ കാണിക്കത്തില്ല. എന്നെ കാണിച്ചാ പോരെ? പേപ്പർ സഹിതം ഞാൻ കാണിക്കാം. ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോ അവരോട് പറഞ്ഞ ദൂത, നിനക്കൊരു അവകാശം കിട്ടുമെന്ന്. പുള്ളിക്കാരി പറഞ്ഞു നടക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു നടക്കുമെന്ന് പറഞ്ഞു.
ഇന്ന് പുള്ളിക്കാരി എന്നോട് വന്നിട്ട് പറഞ്ഞു അത് ഓക്കെ ആയെന്ന് പറഞ്ഞു. അത് എഴുതി കൈ കിട്ടുമ്പോൾ ഞങ്ങൾ തെളിവ് സഹിതം കാണിക്കും. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. അച്ഛാ, ഇവരെ ആ വസ്തു അറിയാമോ എവിടാ കിടക്കുന്നതെന്ന്? അറിയാം. വാ 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 അത് നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ പോവാ, എന്നാ സെറ്റ് ചെയ്യാൻ പോവാ. ഇവരെ വസ്തു കിടക്കുന്നത് എവിടാന്നറിയാമോ? അറിയാം, ചേർത്തല കുറുപ്പ. എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ആഴ്ചയായി, മാസങ്ങളായി. എന്നിട്ടും മനസ്സിലായില്ലേ ഇവിടുത്തെ രീതി എങ്ങനെയാന്ന്? നമുക്ക് ഇവരുടെ വസ്തുവിലേക്കൊന്ന് പോകാം. വരട്ടെ. ഞാൻ അവിടെ കാല് കുത്തിയാൽ ഇന്ന് നിങ്ങളുടെ മേലെ അത് എഴുതി വരും. റെഡിയാണോ? ഇപ്പൊ വന്ന് കേറിയതിൽ ഷായിച്ച, ഇപ്പൊ വന്ന് കയറിയ രണ്ടുപേരോടുള്ള ഒരാളോട് ചോദിച്ചേ ഷീല ആരാന്ന് ചോദിച്ചേ. ആ കൈ ആരാന്ന് ചോദിച്ചേ. ഷീല നമ്മളാണ്. ഷീലാമ്മ കോയമ്പത്തൂരെ പ്രോപ്പർട്ടി നമ്മൾ പിടിച്ചു വാങ്ങിക്കാൻ പോവാ, തിരിച്ചു പിടിക്കാൻ പോവാ. എവിടുന്നാ ചോദിച്ച അവര്? മൈക്ക് വെച്ച് പറ, എവിടുന്നാ അവര്? കോയമ്പത്തൂരിനാ വരുന്നത്. ആരാ? ഷീല. അതെ, എന്റെ പേര് ഷീല. ആ, അവിടെ തീർന്നില്ല. ഒരു അപ്പോസ്തലന്റെ പേരൂടുണ്ടല്ലോ ആ പേരിന്റെ കൂട്ടത്തിൽ. മലയാളത്തിൽ പൗലോസ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പോൾ എന്ന് പറയും. ഇവിടെ നിന്നാ മതി. വന്നിരിക്കുന്നത് 3 വിഷയം, സെയിം 3 വിഷയം. ഭയങ്കര പ്രശ്നത്തിലാണ് വന്നിരിക്കുന്നത്. ആണോ? അതെ. യെസ് ഓർ നോ? യെസ്. റബാഷ്കതല. പരിശുദ്ധാത്മാവിനോട് ആ ഇടവഴി കേറി പോകുന്ന, ശരിയാണോ? അതെ. ആ ഇടവഴി മെയിൻ റോഡിൽ നിന്ന് വലത്തോട്ട് ഇടവഴി കേറി പോകുന്ന ആ പ്രോപ്പർട്ടിയുടെ മേൽ ഇന്നൊരു വിടുതലുണ്ടാകാൻ പോവാ. ശരിയാണോ എന്ന് ചോദ്യം. ശരിയാണ്. അവിടെ ഇരി, ഞാൻ വരുവാ. വന്നതിന്റെ ക്ഷീണമൊന്ന് മാറ്റ്, ഞാൻ വരുവാ. യേശുവിന്റെ നാമത്തിൽ. ചേർത്തലയ്ക്ക് പോകാം. പോണോ? പോകണ്ട. പോണോ? നിങ്ങളുടെ രണ്ടുപേരും വീട് അടുത്തടുത്താന്നോ? ഏകദേശം ഒരേപോലത്തെ വഴികളാ കാണിക്കുന്നത്. കണ്ടാൽ ഏകദേശം ഇതും സെയിം എന്നെ കർത്താവ് കാണിക്കുന്ന ചേർത്തല. പക്ഷെ ഈ വെള്ളക്കെട്ടാണല്ലോ കാണിക്കുന്നത്. വെള്ളക്കെട്ട് കാണിക്കുന്നു, കണ്ടവും ഇതുമൊക്കെ കാണിക്കുന്നു. കണ്ടമാണ്. കണ്ടം കഴിഞ്ഞു വന്നു. ഞാൻ ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ചേർത്തല എന്നൊരു 4-5 കിലോമീറ്റർ ദൂരം. ശരിയാ 5 കിലോമീറ്റർ ദൂരം. കുളങ്ങര. ആ ജംഗ്ഷനാണോ ഇത്? നിങ്ങളുടെ ജംഗ്ഷൻ? ജംഗ്ഷൻ കഴിഞ്ഞടുത്ത് ചെറിയൊരു ജംഗ്ഷൻ കൂടെ കാണിക്കുന്നു. പുള്ളിക്കാരത്തെ വീട്ടിലോട്ടായി പോകുന്ന, നിങ്ങളുടെ വീട്ടിലോട്ടല്ല. ഉരുക്കി എന്നെ കയറ്റരുത്. ഈ കുളങ്ങര കഴിഞ്ഞ് അടുത്തൊരു ജംഗ്ഷൻ, ചെറിയ ജംഗ്ഷൻ ആണോ? ഉണ്ട്. ശരിയാണോ? അവിടുന്ന് ഉണ്ട്. അവരുടെ വീട്ടിലോട്ടാ നമ്മൾ പോകുന്നത്. പോയിട്ടുണ്ടോ? അവരുടെ ഈ വസ്തുവിലോട്ടാ പോകുന്നത്. ഈ വസ്തു ചില മാറിയാ കിടക്കുന്നത്. ആണോ? മാറിയാ കിടക്കുന്നത്. ഇവർക്ക് തരത്തില്ലെന്ന് പറയുന്ന വസ്തു ആണോ? അതെ. അങ്ങോട്ട് പോവാ. ഞാൻ ഈ നിൽക്കുന്നത്, അതാ ഞാൻ പറഞ്ഞത്, ഈ കുളങ്ങര അല്ലാത്ത തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിന്റെ പേരെന്തുവാ? അതിന്റെ പേരതെ. ഒരു പള്ളിപ്പടി പോലൊക്കെ കാണിക്കുന്നു. ഓക്കെ, അങ്ങനൊക്കെ കാണിക്കുന്നു. വള്ളിക്കുളങ്ങരയോ അങ്ങനെ
ആ ഏതാ 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 പോളംകുളങ്ങര. പോളംകുളങ്ങര. അങ്ങനെ വാ. ഇത് എന്നെ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. പക്ഷേ എന്താ പോളംകുളങ്ങര. പോളംകുളങ്ങര നല്ല പേര്. ഈ പറഞ്ഞ പോളംകുളങ്ങരയെന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഒരു റോഡ് ആണോ? ഉണ്ട്. അങ്ങോട്ടാണോ ഞാൻ വരേണ്ടത്? അതാണോ? അങ്ങോട്ടാണോ വരേണ്ടത്? വരണം. അങ്ങോട്ട് വന്ന് ഒരു 250 മീറ്റർ വീട്ടിലോട്ട് പോകാൻ. 200-250 മീറ്റർ ഇവരുടെ വീട്ടിലോട്ട് പോകാൻ. ആ എത്രയേ ഉള്ളൂ? 250 മീറ്റർ. 250 ഇല്ല, കണക്കുമ്പോൾ ഒരു 10-200 മീറ്ററിനപ്പുറത്തോട്ട്, 200-225 മീറ്റർ അപ്പുറത്തോട്ട് ഇല്ല. ഞാനൊരു കണക്കിലങ്ങ് പറയുകയാണ്. 250 മീറ്റർ അതിനപ്പുറത്തോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നാഞ്ഞു കൂവിയാൽ ഈ ജംഗ്ഷനിൽ കേൾക്കാം. ആണോ അമ്മച്ചി? അതെ. എൻ്റെ കൂടെ നിൽക്കില്ലെങ്കിൽ ഞാൻ നിർത്തിയേച്ച് പോവുകയെ. അങ്ങോട്ട് പോയി കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. ഒരു ഇടുക്ക് റോഡ് കാണിക്കുന്നു. ഇടുക്ക് റോഡ് ഉണ്ട്. അങ്ങോട്ടാണോ നമ്മൾ കയറണ്ടേ? ആ വഴിക്കാന്ന്. ഇതൊരു ചെറിയ റോഡാ, ഇടുക്ക് റോഡ് ആണോ? വീട്ടിലോട്ട് കയറുന്ന റോഡാണോ അത്? ആ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഇടുങ്ങിയ വഴി. അതെ ആണോ? അവർ ആ അമ്മാമടി പേര്. അതെ. അയ്യോ, ഇടതുവശത്ത് വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഉണ്ട് ഇടതു ഭാഗത്ത്. ഉണ്ട് വലതുഭാഗത്ത് പക്ഷെ ഒരു പുരയിടം പോലെ നിൽക്കുന്നത്. ഉണ്ട് വലതുഭാഗത്ത് ഒരു പുരയിടമാ, ഇടതുവശത്ത് വീടുകളാ. ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറി ഒരു അധികം ചോട്ടിയുടെ നടന്നില്ല. ശകലം അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അധികം നടക്കാൻ ഒരു 10 ചോട്ടടി അത്രേ ഉള്ളൂ. 10 ചോട്ടടി. ഒരു കുഴപ്പമുണ്ട്. ഈ അമ്മച്ചിയുടെ വീടാണോ ഈ ഇടതുവശത്ത് കാണുന്നത്, അതോ വലതുവശത്ത് കാണുന്ന ഈ വീടാണോ? വലതുവശത്തെ വീടാണോ? അപ്പൊ ഇടതുവശത്ത് ഇതാരുടെയാ? ആണോ? വലതുവശത്ത് ഈ കാണുന്ന വീടാണോ അമ്മച്ചിയുടെ? ഓടുകൊണ്ട് ഷീറ്റും ഉണ്ട്. ഷീറ്റും ഉണ്ട്, ഓടും ഉണ്ട്. 2 ഷീറ്റാ. ഓടും. അപ്പുറത്ത് ഓടാ. അങ്ങനല്ലേ? അയ്യോ ആണോ? അതെ. അയ്യോ എന്റെ ദൈവമേ. ഇതാ നമ്മുടെ വീട്. ഈ ഓടും ഷീറ്റും കാണും. അതെ. കഷ്ടവാ, മൊത്തത്തിൽ പ്രശ്നവാ. എതിയൊന്നും ഇല്ല. ചില പഴക്കമുള്ള വീടാണോ ഇത്? പഴയൊരു വീടാ. കാരണം ഞാൻ പറയാൻ കാര്യം, എനിക്ക് അങ്ങോട്ട് കയറണമെന്നുണ്ട്. ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുന്നതാണോ? അതെ. സ്റ്റെപ്പ് കയറണോ? കയറട്ടെ? കയറണ്ട. കയറണോ? ഞാൻ ഈ റോഡിൽ നിന്ന് നോക്കിയിട്ട് ഒരു ചെറിയ തിണ്ണയും, ശരിയാണോ വെച്ചാ? ഒരു ചെറിയ തിണ്ണയും, ചെറിയ സംഭവം. 2 മുറി എങ്ങാണ്ടുണ്ട് ഇതിന്. എത്ര മുറിയുണ്ട്? ഹാളും 2 മുറിയും. തിണ്ണ എന്ന് ഉദ്ദേശിച്ചത് ഹാളെന്ന് തന്നെയാണ്. അകത്ത് 2 റൂമുണ്ട്. കരയാതെ ഇങ്ങോട്ട് നോക്ക്. കരയാതെ സ്ഥിതി ഞാൻ മാറ്റാം. എൻ്റെ കർത്താവ് ഇന്ന് സ്ഥിതിയെ മാറ്റും. കരയാതെ കരച്ചില് ശരിയാക്കാം. ഷാജെ വഴിന്ന് മാറ്. അമ്മച്ചി ഇതെത്ര അമ്മച്ചി? 4 സെന്റ് വസ്തുവാണോ ഇത്? അല്ല, ഇവരിപ്പോ വീടിരിക്കുന്ന കുറച്ച് 5 സെന്റ് അങ്ങനെ പറയാം. 5 സെന്റ് 4 സെന്റ് 5 സെന്റ് വസ്തു ഉള്ളത് താമസിക്കുന്ന അത്രേ ഉള്ളൂ. ഓഹരി കിട്ടണമെന്ന് പറഞ്ഞാൽ ഓഹരി ഒരു 15 സെന്റെങ്കിലും കിട്ടണം. ഓഹരിയായിട്ട് കിട്ടാനാണെങ്കിൽ കിട്ടണ്ടേ? വേണം. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ കൊണ്ടുവരും? യേശുവിൻ്റെ നാമത്തിൽ ഈ വീടിൻ്റെ അകത്തുനിന്നൊരു ശാപത്തെ എടുത്ത് മാറ്റും.
മരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഇന്ന് കർത്താവ് എടുത്ത് കളയും. മകനുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് ഒരു വഴിത്തിരിവിനെ ദൈവം അയക്കുമെന്ന് എന്നോട് പറയാൻ പറ്റും. ഒരു വഴിത്തിരിവ് നടക്കും. എഴുതിയിട്ടു. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ നിങ്ങളുടെ ഭർത്താവ് സംസാരിക്കത്തില്ല. ഒരാളെങ്ങനെ ഇരിക്കുന്ന മിണ്ടത്തില്ലേ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. യേശുവിന്റെ നാമത്തിൽ ആ ശാപത്തെ എടുത്ത് മാറ്റുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. 90 ദിവസം കഴിയുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. 90 ദിവസം കഴിയുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് പകുതി നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു കയറും. ദൈവം എന്നോട് പറയുന്ന കാര്യമാണ്. അത് നടക്കും. നിങ്ങളുടെ മേൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 90 ദിവസം കൊണ്ട് അത് കൈ കിട്ടും. ഗോഡ് ബ്ലസ് യു. ഇരുന്നു. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.